യോഹന്നാൻ്റെ സുവിശേഷമാണ്. 21-ാം അധ്യായം 7 തൊട്ട് വായിച്ച മോനെ. യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ചുകൊണ്ട് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അടുത്തത്, അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ദിസ് ഈസ് അവർ പോയിന്റ്. അത് എത്രാം വചനമാണ്? 9. 21:9. കരക്കിറങ്ങിയപ്പോൾ ഇവരെ കണ്ട കാഴ്ച എന്താണ്? മീൻ കനല് കൂട്ടിയിരിക്കണതും അതുമേലൊരു എന്താ വെച്ചാലോ മീൻ വെച്ചിരിക്കുന്നതും മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ക്ലിയർ അല്ലേ? ഇപ്പോഴും ഈശോ ഒരു വാക്ക് പറയാം അവരോട്. എന്താ പറയണത്? യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഇവിടെ 2 തരം മത്സ്യങ്ങളുണ്ട് ഇല്ലേ? ഒന്ന് ഇവർ പിടിക്കാത്ത മത്സ്യമാണ്, ഒന്ന് അവരിപ്പം പിടിച്ച മത്സ്യം. മനസ്സിലായില്ലേ? ഇതെപ്പോഴും നമ്മൾ ഈ സൂത്രപ്പണി എപ്പോഴും നമ്മൾ ബുദ്ധിപൂർവ്വം സമീപിക്കേണ്ടതാണ്. അതായത് ഇവർ ആദ്യത്തെ ഇവിടെ സിറ്റുവേഷൻ എന്താണ്? വെളുപ്പാങ്കാലത്ത് കർത്താവ് വന്ന് നിൽക്കും. എന്തായാലും അപ്പോൾ കർത്താവാണെന്ന് മനസ്സിലാകണ മുമ്പ് കർത്താവ് പറയും, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. വല്ല രക്ഷയുണ്ടോ? ജോലി കിട്ടിയോ എന്ന് ചോദിക്കും. കല്യാണം കഴിഞ്ഞോ? കുഞ്ഞുങ്ങളായോ? അതാണ് ചോദ്യം. ദൈവം നിന്നോട് ചോദിക്കേണ്ട ചോദ്യമാണത്. ഒരു ചോദ്യം, നിനക്ക് വീട് വെച്ചോ? നിങ്ങളെന്നെ ചിലരെന്നോട് പറയും, ഇതെന്താ ഉടമ്പടി എപ്പോഴും മനുഷ്യൻ്റെ ഈ വീട് കൂടും കല്യാണമൊക്കെ IELTS OIT ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. പക്ഷേ എന്താ അത്? ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണത്. എന്താണ്? ആ വെളുപ്പാങ്കാലത്തെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റിൻ്റെ ആ വെളുപ്പാങ്കാലത്ത് അരൻ്റെ വെളിച്ചത്തിൽ വന്ന് ദൈവം ചോദിക്കണ ചോദ്യം നിങ്ങൾ കാറ്റക്കിസം പഠിച്ചോ എന്നല്ലല്ലോ ചോദിക്കണത്, സൺഡേ സ്കൂളിൽ പോയെന്നാണോ ചോദിക്കണത്? അല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ, ചോദിക്കേണ്ട വ്യത്യാസമുണ്ട്. എന്താ ചോദിക്കണത്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്നാ ചോദിക്കണത്. ആ ചോദ്യം ആരാണ് ചോദിക്കണത്? നിൻ്റെ ദൈവം, നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നതിൻ്റെ ദൈവം, നിൻ്റെ ഇല്ലായ്മയുടെ നിൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാ തകർച്ചകളിലും നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് വന്ന കർത്താവ് നിന്നോട് ചോദിക്കുന്നതാണ്. എന്താണ്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? മകളെ ജോലി കിട്ടിയോ? മകളെ കല്യാണം നടന്നോ? മകനെ നിൻ്റെ രോഗം മാറിയോ? മകനെ വീട് വെച്ചോ? നിങ്ങളുടെ സ്ഥലം വാങ്ങിച്ചോ? അതെല്ലാം കർത്താവ് ചോദിക്കേണ്ട ചോദ്യമാണ്. നിൻ്റെ ജീവിത അവസ്ഥകളെക്കുറിച്ച് നീ തുഴഞ്ഞ് തീരത്തെത്തിയില്ലെങ്കിൽ, നീ ഒന്നും നേടിയില്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് ദൈവം വരണത്. ഈ ദൈവത്തെയാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരണത്. നിനക്ക് 45 വയസ്സായാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുക, മോളെ കല്യാണം കഴിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക. ഇല്ല കർത്താവ് എന്ന് ചോദിക്കണം, പറയണം. അപ്പം നിനക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു ജീവിതം വേണമെന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈഫ്. നിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിനക്ക് ആശങ്ക വേണ്ട. കാര്യം എന്താണ്? അത് കർത്താവിൻ്റെ കരുതലായിട്ട് നിൻ്റെ ജീവിതത്തിലെ ദാനമായിട്ട് ദൈവം കാത്തു വെച്ചിരിക്കണ നിധിയാണ്. കൈയിടിച്ച് കർത്താവ്
നാഥനുണ്ടിവിടെ What is our subject to meditation? എന്താ നമ്മൾ ധ്യാന വിഷയം? നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ കുറച്ച് കൊണ്ടുവരുവേൻ. എത്ര മത്സ്യങ്ങളുണ്ടെന്ന് അറിയാവോ? അവരടുത്ത വചനമുണ്ട് 11 വായിച്ചേ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതായത് അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഈ 153 മത്സ്യങ്ങൾ എങ്ങനെ ഉണ്ടായതാണ്? കർത്താവിൻ്റെ ഗൈഡ് ലൈൻസിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മെറിറ്റിൻ്റെ ഭാഗമാണ്, അല്ലേ? അവർ പഠിച്ച്, ഇപ്പം നിങ്ങൾ IELTS പഠിക്കണ പോലെ അല്ലെങ്കിൽ നിങ്ങൾ PSCക്ക് പഠിക്കണ പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ, ക്രിസ്റ്റി ജോസഫ് എന്താ പറഞ്ഞത്? ഞാൻ ബുദ്ധിമുട്ടി, ഞാൻ പഠിച്ചു, അപ്പോൾ എനിക്ക് ദൈവത്തെ ഒരു ആവശ്യമായിട്ട് തോന്നിയില്ലെന്നല്ലേ പറയണത്? സാക്ഷ്യത്തിലുണ്ട്. ദാറ്റ് മീൻസ് ക്രിസ്റ്റി ജോസഫ് എന്താണ് സ്റ്റേറ്റ് ചെയ്യണത്? എനിക്ക് മെറിറ്റുണ്ട്, ഗ്രേസ് എനിക്ക് ആവശ്യമായിട്ട് തോന്നിയില്ലെന്നാണ് അയാൾ പറയണത്. മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഗ്രേസ് ആവശ്യമുണ്ട്. അല്ലെ പിന്നെ എന്തിനാണ് ഈ മീൻ ഒരെണ്ണം ചുട്ടുവെച്ചുകൊണ്ട് അവിടെ ഇരിക്കണത്? 2 മീൻ ചുട്ടുവെച്ചുകൊണ്ടിരിക്കണത് എന്തിനാണ്? ഇവർ പിടിച്ചതാണോ അത്? ഇവർ പിടിച്ചതാണോ? ഇവർ അധ്വാനിച്ചതാണോ അത്? അവനത് അവർക്ക് വേണ്ടി വെച്ച കരുതലാണ്. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. കൈയിടിച്ച് കർത്താൻ ഞങ്ങളുടെ കഴിവിനപ്പുറത്ത് നിന്റെ ഓരോ ജീവിത വിഷയങ്ങളെ കുറിച്ച് നിന്റെ വ്യക്തിപരമായ കരുതലിന് എന്നെ ശ്രമിക്കുന്ന ദൈവ പൈതലേ, നീ കണ്ണീരോടെ ഒരു കാര്യം തിരിച്ചറിയണം. എന്താ കാര്യം? നീ അധ്വാനത്തിൽ പാളിപ്പോയാലും, നിൻ്റെ മകൻ ഓട്ടിസമായാലും. എന്നോടൊരു അമ്മ എന്നോട് ചോദിച്ചു, അപ്പോൾ അതിന് ഓട്ടിസമാണ്, എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞ, അമ്മ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് എല്ലാ കാര്യമൊക്കെ ഒരു വികാര നിലയിൽ എല്ലാം ഷെയർ ചെയ്യും. പള്ളിയിൽ ഒക്കെ ഇരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം പോലെ അല്ല ഇടവക വികാരിയും ഇടവക ജീവിതം തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞത്. കാര്യം എനിക്ക് നിങ്ങളെ കാണാൻ ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള കാരണം എല്ലാവരുമായിട്ട് പേഴ്സണൽ ബന്ധമില്ല. ഞാൻ പിന്നെ നിങ്ങളെ കണ്ണുനീരിൻ്റെ സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ബന്ധമാണ് ഉള്ളത്. അപ്പോൾ ഇടവകയിൽ പേഴ്സണൽ ബന്ധമാണ്. അപ്പോൾ അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും നല്ലതായാലും ചീത്തയായാലും മോശമായാലും വിഷമായാലും എല്ലാം പറയും. അപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചേ, അച്ഛാ എൻ്റെ കാലം കഴിയുമ്പോൾ ഇവൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എൻ്റെ കാര്യം കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ചേച്ചി വിശ്വാസമുണ്ടല്ലോ, ചേച്ചിയുടെ കാര്യവും ചേട്ടൻ്റെ കാര്യവും കഴിയുമ്പോൾ കർത്താവിൻ്റെ കാലം ഉണ്ടല്ലോ. എന്താ കാര്യം? കർത്താവിൻ്റെ കാലമില്ലേ? നമ്മൾ അമ്മ വിശ്വസിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിക്രമം ഉണ്ടാവും. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 153 മത്സ്യം അവർ പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ? ടെൽ മീ, എന്നോട് പറയും. നിങ്ങൾ 153 മത്സ്യങ്ങൾ അവർ അധ്വാനിച്ച് പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ? ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. എന്താ കാര്യം? നിങ്ങൾ അധ്വാനിക്കാത്ത ഓഹരിയിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിച്ചു. കാര്യമെന്താണ്? ഞാനാണ് നിന്നെ പെറ്റത്, ഞാനാണ് നിന്നെ വളർത്തിയത്, ഞാനാണ് നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവിന്റെ
ക്ഷമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. പിന്നെ എൻ്റെ ചേട്ടൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയിൽ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ ഒരു ജോലി കിട്ടി. എൻ്റെ അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് തുമ്മലുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ജലദോഷവും. അന്ന് ദിവസം ഫുൾ അങ്ങനെ തന്നെയായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാനും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി നല്ല കുറവുണ്ട് ഈ സമയത്ത്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് എല്ലാ ദിവസവും ഒന്നും വരില്ല, അത് വല്ലപ്പോഴും ഒരു ദിവസം വന്നാലേ ഉള്ളൂ. അങ്ങനെ നല്ല മാറ്റം എൻ്റെ അമ്മയുടെ ആ അസുഖത്തിൽ സംഭവിച്ചു. എൻ്റെ അമ്മ ആ അസുഖത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചതായിരുന്നു, പക്ഷെ ഒരു ഫലവും ഇല്ലായിരുന്നു. ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് അത് നല്ല മാറ്റം വന്ന് കണ്ടത് ഞങ്ങൾ. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, അവൾ ഇതേപോലെ ബിടെക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവൾ ഈ വർഷമാണ് പാസ് ഔട്ടായത്. അവൾക്കൊരു സബ്ജക്റ്റ് എത്ര എഴുതിയിട്ടും കിട്ടുന്നില്ല എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും സങ്കടം പറയുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അതിൻ്റെ ഫലമായിട്ട് ഈ വർഷം പാസ്സായപ്പോൾ എല്ലാ സബ്ജക്റ്റും എഴുതി ഫുൾ പാസ്സായിട്ട് പാസ് ഔട്ടാകാൻ സാധിച്ചു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ചെറുതും വലുതുമായിട്ട് അമ്മ മാതാവ് ഈശോയിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, എൻ്റെ അമ്മ പൊതിച്ചോറുണ്ടാക്കി തരും. അത് ഞങ്ങൾ റോഡരികിലൊക്കെ ഇരിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ പത്രം വിതരണം ചെയ്യും. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എനിക്കിതിൽ വന്ന മാറ്റങ്ങളാണ്. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. കൂടുതൽ പ്രാർത്ഥിക്കാനും കൊന്ത ചൊല്ലാനും കർണക്കൊന്ത ചൊല്ലാനും എല്ലാത്തിനുള്ള അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട് ഇതുവഴി. ഞാൻ എപ്പോൾ ഞാൻ സങ്കടം വന്നിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് വചനങ്ങൾ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയൊക്കെ ഉത്തരം കൊടുക്കുന്നു. പക്ഷേ എനിക്കങ്ങനെ ഉത്തരമൊന്നും തരാറില്ല. പക്ഷെ എന്നെ ആ വഴിയിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കും മാതാവ്. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ ആ വഴിയിലൊക്കെയാണ് എന്നെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. എനിക്കറിയാം എനിക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് അതെല്ലാനും. എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം അനുഭവിക്കാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിന് ഈ നിമിഷം വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും 1000 കോടി നന്ദി. എൻ്റെ പേര് അഞ്ജു. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവും കുഞ്ഞുമാണ്. ഞാൻ ഒരു നേഴ്സാണ്, ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. 2021 ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ ഖത്തറിലേക്ക് പോകുന്നത്. അവിടെ ഒരു മെഡിക്കൽ സെൻറ്ററിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അവിടെ വെച്ച് ഒരുപാട് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. നല്ലൊരു സ്ഥാപനം ആയിരുന്നില്ല ഒരു ജോലി ചെയ്യുന്നുള്ള രീതിയിൽ. ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ശമ്പളം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് മെഡിക്കൽ സെൻ്ററുകളിൽ ജോലിക്ക് വിടുക, അല്ലെങ്കിൽ ഓർഫനേജുകളിൽ ജോലിക്ക് വിടുക, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നു. ഒരു 8 മാസം സമയത്തായിരുന്നു അവരെന്നെ ഓർഫനേജിൽ ഡ്യൂട്ടിക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് അപേക്ഷിച്ചു, മാഡം എനിക്ക് പറ്റില്ല, ഈ ഇത് ഞാൻ ഓൾറെഡി ഡേറ്റ് എടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവരത് വിസമ്മതിച്ചു, എന്നെ അവിടെ വിട്ടു. ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഡെലിവറിക്ക് പോകുന്നത് തന്നെ. അങ്ങനെ ഒരുപാട് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും എന്താ പറയുക, ഒരു തെറ്റാണെന്ന് തോന്നാത്ത വിധം ഉള്ള കാര്യങ്ങൾക്ക് പോലും അവരെൻ്റെ ശമ്പളം കട്ടി. അത് ഒരു ദിവസമൊന്നുമല്ല, 2-3 ദിവസത്തെ ശമ്പളമൊക്കെയാണ് അവരെൻ്റെ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഡിസംബറിൽ, ഒരു 2021 ഡിസംബറിലായപ്പോൾ ആ സ്ഥാപനം അവരുടെ റെൻ്റൽ ഇഷ്യൂ കാരണം പൂട്ടിയായിരുന്നു. പൂട്ടിയ സമയത്ത് ഞങ്ങൾ റൂമിലിരുന്നു. 10-21 ദിവസം ഞങ്ങൾ, എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫുകളും റൂമിലിരുന്നു. അത് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് ഓപ്പണാക്കിയപ്പോൾ ഞങ്ങൾക്ക് ആ 21 ദിവസത്തെ ശമ്പളവും അവർ തന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ എൻ്റെ കൂടെ 2-3 സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഞങ്ങൾ
അത് വേറെ മാറി ജോലി നോക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അതൊരിക്കലും ഇവിടുത്തെ പോലെയല്ല. അവിടെ ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ള കാരണം ഞങ്ങൾക്ക് ജോലി മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെയും കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ എൻ്റെ കുഞ്ഞിന് ഞാൻ ഡെലിവറി ആയി ഒരു 10 മാസമൊക്കെ ആയ സമയത്ത് വീണ്ടും എന്നെ ഇതുപോലെ ഓർഫനേജ് ഡ്യൂട്ടികൾക്ക് വിടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ അത് 10-12 മണിക്കൂർ ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ നേരെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനും ഒത്തിരി വയ്യാതായിക്കൊണ്ടിട്ട് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അങ്ങനെ വന്നു 2 വർഷം ഞാൻ തികഞ്ഞപ്പോഴത്തേക്കും ഞാൻ റെസിഗ്നേഷൻ വെച്ചു, റിസൈൻ ചെയ്തു. പക്ഷേ അത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ അവിടെ നമുക്ക് പെട്ടെന്നൊരു ജോലി മാറുന്നതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഞാൻ ലേബർ ഓഫീസ് വഴി ജോലി മാറാൻ വേണ്ടി നോക്കി. അവിടെ അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് അവിടെ നിന്ന് ജോലി മാറാൻ അനുവാദമില്ല, പക്ഷേ നാട്ടിലേക്ക് കയറി പോകാം എന്നവർ സമ്മതിച്ചു. ഞങ്ങളും അത് സമ്മതിച്ചു കൊടുത്തു. പക്ഷേ അവിടുന്ന് എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ആ 2 വർഷത്തെ ബെനിഫിറ്റ് അതൊക്കെ തരണമായിരുന്നു. അത് അവർക്ക് തരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരവിടെ എനിക്ക് തന്നത് ഒരു ഫേക്ക് ചെക്കായിരുന്നു. അതിനകത്ത് ഞങ്ങൾ ബാങ്കിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതിനകത്ത് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നമായി. അവസാനം ലേബർ ഓഫീസർ തന്നെ നിങ്ങൾ മെഡിക്കൽ സെൻറ്ററിൽ തന്നെ ചെന്നോളൂ, അവിടെ നിന്ന് പൈസ തരാമെന്നാ മാഡം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ചെന്നു. ഒരുപാട് മോശമായിട്ടാണ് അവരന്ന് എന്നോട് പെരുമാറിയത്. എന്നോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞു. ഞാനും മാഡം ഒരുപാട് ചൂടുള്ള ഏപ്രിൽ മെയ് സമയം ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ സമയത്ത് അവരെന്നോട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അന്നേ ദിവസം രാവിലെ എൻ്റെ അമ്മ കൃപാസനത്തിൽ വരുമായിരുന്നു. അമ്മ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ ഞാൻ എല്ലാം ആ രീതിയിൽ അങ്ങനെ വിട്ടു പോവുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനെ ഒരുപാട് വിശ്വാസവും ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഞാൻ ഉടമ്പടി അങ്ങനെയൊന്നും എടുത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ സെപ്റ്റംബർ 25-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു, ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്നേ ദിവസമാണ് മെഡിക്കൽ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് ലേബർ ഓഫീസർ പറഞ്ഞത്, അവിടെ നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന അന്നേ ദിവസം അവരെന്നോട് ഒരുപാട് മോശമായിട്ട് പെരുമാറി. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന മാതാവ് തന്നെയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്ന്. അല്ലാത്ത പക്ഷം അവരെനിക്ക് ആ പൈസ തരുമായിരുന്നെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഞാൻ നാട്ടിലേക്ക് വരേണ്ടി വന്നേനെ. 2 വർഷം ഞാൻ അവിടെ കഷ്ടപ്പെട്ടതിന് ഒരു വിലയുണ്ടാവില്ലായിരുന്നു. പക്ഷേ ആ ഇതിൽ ലേബർ ഓഫീസറും എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ചെക്ക് അതിനകത്തൊരു പൈസ ഇല്ലല്ലോ, നിങ്ങൾക്കത് കൊണ്ടുപോയി കംപ്ലയിൻ്റ് ഇടാം. ഓഫീസർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാനത് കൊണ്ടിട്ടു. പക്ഷേ 30-ാം തീയതി സെപ്റ്റംബർ 30-ന് ഞാൻ തിരിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് അവരെനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഓഫീസർ, അവിടുത്തെ പോലീസും ലേബർ ഓഫീസർ തന്നെ പറഞ്ഞു, നിങ്ങളുടെ പൈസ കിട്ടാണ്ട് നിങ്ങൾ കയറി പോകേണ്ട ഒരാവശ്യമില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കയറി വരാതിരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചാടിപ്പോയി എന്നും പറഞ്ഞിട്ട് കേസിട്ടു എൻ്റെ പേരിൽ. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ മാധവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു പ്രതിവിധി മാധവൻ ഉണ്ടാക്കി തരണേന്ന് ഞാൻ ഒത്തിരി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ജോലിയില്ല, ഒരാളുടെ വരുമാനത്തിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ വാടക കാര്യങ്ങൾ, കുഞ്ഞിനെ നോക്കുന്നിടത്തുള്ള ഫീസ്, അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും കാരണം വീടുകളിലും പൈസ അയക്കണം. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സാധാരണ ജോലി ചെയ്യുന്നവർ, അവർക്കും എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒത്തിരി ഞങ്ങൾ ആ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടി. അന്ന് ഞാൻ ചാടിപ്പോയി എന്ന് പറഞ്ഞ് ഒരു കേസിട്ടു. പിന്നെ എനിക്കത് അവിടുത്തെ വലിയ കോടതിയിൽ CID പോയി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള അവസ്ഥയായി. ഞാൻ അവിടെ ഒരു 3 മാസം ഞാൻ കയറി ഇറങ്ങി നടന്നു. ഒത്തിരി കരഞ്ഞു. സത്യം പറയല്ലോ, മാധവനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. മാധവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം പല സാഹചര്യങ്ങളിലൂടെ എനിക്ക് അനുഭവത്തിൽ വന്ന ഒരു കാര്യമാണ്. കാരണം ഡിസംബറിൽ എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. എനിക്ക് ഈ കേസും പ്രശ്നം നിൽക്കുന്ന കാരണം എനിക്ക് കയറി വരാൻ പറ്റില്ല, നാട്ടിലേക്ക് വരാൻ പറ്റില്ല, എനിക്ക് ബ്ലോക്ക്ഡാണ്. ആ സമയത്ത് ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഇത്തിരി കരയുമായിരുന്നു. വീട്ടുകാരെ 2 വർഷമായി 3 വർഷമായി ഞാൻ കണ്ടിട്ട്, എൻ്റെ ഹസ്ബൻഡ് 5 വർഷമായി വീട്ടുകാരെ കണ്ടിട്ട്. അങ്ങനെ ഒരുപാട്, കാരണം നാട്ടിലേക്ക് വരാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, അവരുടെ പെർമിഷൻ അല്ലാണ്ട് എനിക്ക് വരാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ആ ദിവസം ഇരുന്ന് തിരിയും കത്തിച്ച് വെച്ചിട്ടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. സത്യം പറയാലോ, മാധവ് ഞങ്ങൾ അടുത്ത് വന്ന് പോയി എന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പായി. കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവായിരുന്നു. ഞങ്ങൾക്കൊന്ന്
എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ മണമാണ് ശരിക്കും എനിക്ക് കിട്ടിയത്. അതേസമയം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുന്തിരിക്കം പുകയുന്നതിൻ്റെ മണം വരുന്നില്ല എന്ന് എന്നോട് ചോദിച്ചു. ഒരേ സമയത്ത് ഞങ്ങൾ അനുഭവിച്ചൊരു കാര്യമാണത്. അതിൽ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി, കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുമെന്ന് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ 3 ഹിയറിംഗ് നടത്തി. അവിടെ ആ മാഡം പലപ്പോഴായി കയറി ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. അവിടുത്തെ പല ഓഫീസർമാരെയും കണ്ടിറങ്ങി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആരും സഹായിക്കാനില്ലാണ്ട്, ഈ പോലീസും കോടതിയും ഒക്കെ ആയിട്ട് ആരും സഹായിക്കാനില്ലാണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി നടന്നു. എന്നാലും ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ജപമാല എന്നും രാത്രി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ വൈകുന്നേരം ജപമാല പറയാറുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ പറയുമായിരുന്നു, സന്ധ്യാപ്രാർത്ഥനയും മുടങ്ങാതെ ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ 3 ഹിയറിങ്ങും പക്ഷേ എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടുത്തെ ഒരു ഓഫീസറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾക്കൊരു ഓപ്ഷനും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനും പുറത്തിറങ്ങി നിന്നിട്ട് കരയുമായിരുന്നു. സത്യം പറയാലോ, ഒരു മനസ്സ് പൊട്ടി ഒന്നും ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ചേട്ടൻ, കാരണം ഒത്തിരി പേരുള്ള ഒരു സ്ഥലം, ഒരു സ്ഥാപനം, പക്ഷെ ആ ചായ ഉണ്ടാക്കുന്ന ചേട്ടനെ ഞാൻ അതിന് മുന്നേ കണ്ടിട്ടില്ല. ഒരു തമിഴാണ് പുള്ളി. എന്നോട് ചോദിച്ചാൽ എന്താ സിസ്റ്ററെ കരയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല, പോലീസൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ നമ്പർ തരാൻ, എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ നോട്ട് ചെയ്തു. അത് മാത്രമേ പുള്ളിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഭർത്താവിനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു തുക നിങ്ങൾ അവിടെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറാൻ പറ്റും, ഈ കേസൊക്കെ മാറാൻ നിങ്ങൾക്ക് പുതിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കിട്ടും, എല്ലാം നിങ്ങൾക്ക് പോസിബിളാണ്, നിങ്ങൾക്ക് പോയിട്ട് തിരിച്ച് വരികയും ചെയ്യാൻ എല്ലാത്തിനും പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് ദൈവം മാതാവ് തന്നെ, അല്ലെങ്കിൽ ഉണ്ണീഷ് വന്നിട്ട് ഞങ്ങൾക്ക് തന്നൊരു ഒരു വഴി. ആ വഴി ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള അവസ്ഥ. കാരണം 4 വർഷം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 4 വർഷം ഇവിടെയും ജോലി ചെയ്ത് അവിടെയും പോയി കഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാണ്ടായിപ്പോവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ ഒരു ഇത് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ ഓട്ടമായി. ഞങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കാൻ ഞങ്ങൾ ഓട്ടമായി. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ചേട്ടൻ പറഞ്ഞു നീ പേടിക്കണ്ട, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ആ പുള്ളിയും ആ ചേട്ടനെ കൊണ്ട് പറ്റുന്നത്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ പേരിൽ കുറച്ച് സ്വർണത്തിൻ്റെ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. ആ പൈസ ഞങ്ങൾ അവിടെ തന്നെ ആ സ്വർണം കൊടുത്തിട്ട് പൈസയാക്കി. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂടെ കൊണ്ട് അടച്ചാണ് സത്യം പറയാലോ എനിക്ക് അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെയായിരുന്നു. അത് മാധവ് തന്നെയാണ് അവിടെ വന്നതും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. കാരണം മാധവ് അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, കാരണം എനിക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരതിൻ്റെ പുറകെ വീണ്ടും പോയേനെ. ഞാൻ വർഷങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നേനെ. പക്ഷേ ഈ പൈസ അടയ്ക്കുന്നതോടെ എൻ്റെ പേരിൽ ഒരു പരാതി, ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ എന്നെ ഫ്രീ ആക്കി വിടുകയാണ് മാധവ് ചെയ്തത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ഇതുപോലെ ഒരു പ്രാവശ്യം പുള്ളിക്ക് ഇതുപോലെ പാനിക് അറ്റാക്ക് പോലെ വന്നായിരുന്നു കുറച്ച് നാൾ മുന്നേ, കുഞ്ഞിനൊരു വയസ്സായ സമയത്ത്. അന്ന് ഞങ്ങൾ ആംബുലൻസിലൊക്കെ എമർജൻസി കൊണ്ടുപോയി ഒരുപാട് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഒന്നുമില്ലയെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്ക് ടെൻഷൻ ആവാൻ വേണ്ടി പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ ഒരു 5-6 മാസം ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ വച്ച് പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന ഇതുകൂടെ ആയിരുന്നു. ഇനി ഒരിക്കലും എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുന്നത്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെടുന്നതിനൊന്നും ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതും മാതാവ് നല്ല രീതിയിൽ ഇതാക്കി തന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം നെഞ്ചുവേദന പോലെ വന്നായിരുന്നു. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ECG ഒക്കെ എടുത്തപ്പം ബ്ലോക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റില്ല, ഒന്നും കാണാനോ എന്ത് സംഭവിച്ചാലും എന്താ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ദിവസം ഞാനും വീട്ടിലിരുന്ന് ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഒരു വീടിനടുത്തുള്ള ചേച്ചി എനിക്ക് കുറച്ച് ഇവിടെ തൈലം തന്നിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ. ആ തൈലം ഞാൻ എൻ്റെ നെഞ്ചിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. സത്യം പറയാം, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആൻജിയോഗ്രാം കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞു അവിടെ ചെറിയ ഒരു ഫാറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം സത്യം പറയാലോ അവിടെ ഇരുന്നും കൊണ്ട് എനിക്ക് മാധവ് എല്ലാ കാര്യങ്ങളും നടത്തി തരികയായിരുന്നു. ഇന്ന്
കഴിഞ്ഞ ഫെബ്രുവരി 2023 ഞാൻ പുതിയ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും നല്ല ശമ്പളത്തിൽ തന്നെ എനിക്കിപ്പോൾ ജോലിയുണ്ട്, നല്ലൊരു മാനേജ്മെൻറ്റ്. ആ മാഡം ഞാൻ 3 വർഷമായി ഞാൻ നാട്ടിൽ വന്നിട്ട്. ആ മാഡത്തോട് ഞാൻ പോയി, മാഡം ഞാൻ ഒരു 2 ആഴ്ച നാട്ടിൽ പോയി വീട്ടുകാരൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു മടിയും കൂടാതെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് വാ. ആ സമയത്ത് സ്കൂൾ അടവാ, അവിടെ വലിയ തിരക്കില്ല, പോയിട്ട് വാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. ഇപ്പം ഞാനിവിടെ എനിക്ക് സാക്ഷ്യം വരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഫാദറിൻ്റെ അപ്പ മരിച്ചുപോയി. അപ്പയ്ക്ക് പെട്ടെന്നായിരുന്നു വയ്യാണ്ടൊക്കെ ആയത്. അപ്പയ്ക്ക് ഇതുപോലെ സ്റ്റോണിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾ സർജറി ചെയ്തു. അന്ന് ഞാനിതുപോലെ പ്രാർത്ഥിച്ചു. നല്ല ഷുഗറും BP ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ സ്റ്റോണിൻ്റെ ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടന്നു, ആൾ സുഖമായിട്ട് തിരിച്ച് വന്നതായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു അപ്പയ്ക്ക്, ഞങ്ങൾ വരുന്നതിന് മുന്നേ വയ്യാണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടായി, ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷെ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി വേദനിക്കാതെ ഒത്തിരി ബുദ്ധിമുട്ടാതെ അപ്പേനെ മാതാവ് കൊണ്ടുപോയി. പക്ഷേ അതിനൊക്കെ നന്ദിയുണ്ട്. അപ്പം കിടന്ന് ആ 2-3 ദിവസം ഒത്തിരി കിടന്ന് ബുദ്ധിമുട്ടണ ഞങ്ങൾ കണ്ടായിരുന്നു. ഒരു നിമിഷം ആലോചിച്ച് പോയി, ഇതിനേക്കാളും നല്ലത് അപ്പം അങ്ങ് പോകുന്നതായിരുന്നു എന്ന് തോന്നിപ്പോയൊരു നിമിഷമുണ്ട്. അന്ന് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു, അപ്പയ്ക്ക് കൊടുത്ത ഓട്സിൽ അതൊക്കെ ഇട്ടാണ് കൊടുത്തത്. ഒരു പക്ഷേ മാധവ് എന്നെ ഇനിയും കിടന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് വെച്ചിട്ട് എന്നെ ആയിരിക്കും കൊണ്ടുപോയിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും മാധവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 കോടി നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല.